ജയ് ശ്രീറാം. ഞങ്ങളുടെ അയോധ്യയിലേക്കുള്ള യാത്രയുടെ ഒരു ചെറിയ വിവരണമാണ് ഇത്. അയോധ്യ ശ്രീരാമ ജന്മഭൂമി പുതിയ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടന്ന ശേഷം 2 മാസം പോലും തികയുന്നതിന് മുമ്പായിരുന്നു ഈ യാത്ര. അതുകൊണ്ട് തന്നെ രാംലല്ലയുടെ പ്രധാന ക്ഷേത്രത്തിൻ്റെ പണി മാത്രമേ നടന്നിരുന്നുള്ളൂ. പ്ലാൻ അനുസരിച്ച് രാമജന്മഭൂമി ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പണി പൂർത്തിയാകാൻ ഇനിയും വർഷങ്ങളെടുക്കും. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇതാണ് രാംലല്ല ക്ഷേത്രത്തിൻ്റെ പുറത്തു നിന്നുള്ള ദൃശ്യം. ശ്രീരാമൻ ഭൂമിയിൽ അവതരിച്ച സ്ഥലമാണിത്. 500 വർഷത്തെ തർക്കങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് ഉയർന്ന ക്ഷേത്രം. ഇത് ഹനുമാൻ ഗഡി എന്ന ക്ഷേത്രമാണ്. ശ്രീരാമ ജന്മഭൂമിക്ക് സമീപം തന്നെയാണ് ഈ ഹനുമാൻ ക്ഷേത്രമുള്ളത്. രാമജന്മഭൂമി ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം ദർശനം നടത്തുന്ന ക്ഷേത്രമാണ് ഈ ഹനുമാൻ ഗഡി ക്ഷേത്രം. ഇത് ശ്രീ രാജ്ദ്വാർ മന്ദിർ. അയോധ്യ നഗരത്തിൻ്റെ പ്രവേശന സ്ഥാനത്തുള്ള ഒരു ചെറിയ ക്ഷേത്രമാണിത്. ഇവിടെ നിന്നാണ് അയോധ്യ നഗരം തുടങ്ങുന്നത്. ഇത് കനക് ഭവൻ. ശ്രീരാമനും സീതയ്ക്കും താമസിക്കുവാനായി കൈകേയി നിർമ്മിച്ചു കൊടുത്ത കൊട്ടാരമാണിത്. ഇതിനുള്ളിൽ ഇപ്പോൾ ഒരു ക്ഷേത്രമുണ്ട്. ശ്രീരാമൻ്റെ പാദചിഹ്നവും ഇവിടെയുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ കൊട്ടാരം. ഇത് ദശരഥ മഹാരാജാവിൻ്റെ രാജകൊട്ടാരമാണ്. ഇവിടവും ഇപ്പോൾ ഒരു ക്ഷേത്രമാണ്. ഇത്രയും സ്ഥലങ്ങളും അയോധ്യ നഗരത്തിനുള്ളിൽ ഉള്ളവയാണ്. ഇനി നഗരത്തിന് പുറത്തുള്ള മറ്റൊരു സ്ഥലം കൂടി നമുക്ക് കാണാം. ശ്രീരാമനുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഗുപ്താർ ഘാട്ട്. അയോധ്യ നഗരത്തിന് വെളിയിൽ സരയൂ നദിയുടെ തീരത്താണ് ഗുപ്താർ ഘാട്ട്. ശ്രീരാമൻ മഹാവിഷ്ണുവായി മടങ്ങിപ്പോകുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ്. ഇവിടെ ശ്രീരാമൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രമാണ് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും കൈകളിൽ അമ്പും വില്ലും ഇല്ലാതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് സമീപം വേറെയും ചില ക്ഷേത്രങ്ങളുണ്ട്. ഗുപ്തഹരിജി, ചക്രഹരിജി എന്നിങ്ങനെ ചില ക്ഷേത്രങ്ങൾ. ഇവിടെ നിന്നും നമ്മൾ വീണ്ടും അയോധ്യ നഗരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ സരയൂ തീരത്ത് സരയൂ ആരതി കാണണം. ഒപ്പം അതിനു ചുറ്റുമുള്ള ക്ഷേത്രങ്ങളും. ഇതാണ് ദേവകാളി മന്ദിർ. കാളി ക്ഷേത്രമാണ്. ഇത് ശ്രീ നാഗേശ്വർ നാഥ്ജി മന്ദിർ, ശിവക്ഷേത്രമാണ്. ഇത് സരയൂ മന്ദിർ, സരയൂ നദിയുടെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രങ്ങൾ കൂടാതെ അയോധ്യ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും പോലും രാമായണത്തിലെ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളാൽ സമ്പന്നമാണ്. അയോധ്യ വിമാനത്താവളത്തിൻ്റെ പേര് പോലും രാമായണ കൃതിയുടെ രചയിതാവിൻ്റെ പേരിലാണ്. മഹാഋഷി വാൽമീകി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇത് അയോധ്യ റെയിൽവേ സ്റ്റേഷനിലെ ഒരു പ്രതിമയാണ്, ഒരു അണ്ണാൻ കുഞ്ഞ്. ശ്രീരാമ സേതു നിർമ്മിക്കാൻ തൻ്റേതായ പരിശ്രമം നടത്തിയ അണ്ണാൻ കുഞ്ഞിനെ പോലും നമുക്ക് മറക്കാതിരിക്കാം.
നിർമ്മാണം പൂർത്തിയായ ശ്രീരാമ ജന്മഭൂമിയിൽ വീണ്ടും എത്താമെന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ജ്യോതിയും അഞ്ജനയും മടങ്ങുന്നു. ജയ് ശ്രീറാം.